തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ സമയമായതിനാൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസും എക്സൈസുമൊക്കെ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് വയനാട് മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ നിന്ന് 1 കോടിയിലധികം രൂപ കുഴൽപ്പണം പിടികൂടിയിട്ടുള്ളത്. മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ എക്സൈസും പോലീസും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാഹന പരിശോധന വിപുലമായി തന്നെ നടത്തി വരികയാണ്. ഇതിനിടയിലാണ് 1 കോടിയിലധികം രൂപ നൂൽപ്പുഴ സ്വദേശിയായിട്ടുള്ള CP മുനീർ എന്ന വ്യക്തിയിൽ നിന്ന് പിടിച്ചിട്ടുള്ളത്. വലിയ കാറിൽ വിവിധ അറകളിൽ, രഹസ്യ അറകളിലൊക്കെ സൂക്ഷിച്ചാണ് ഈ തരത്തിൽ കുഴൽപ്പണം കടത്താൻ ശ്രമിച്ചത്. ഈ കുഴൽപ്പണവും കാറുമൊക്കെ ഇതിനോടകം എക്സൈസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ മാസമാണ് 3 കോടിയിലധികം രൂപ വയനാട്ടിലെ മാനന്തവാടിയിൽ നിന്ന് പിടികൂടിയത്. ഇത്തരത്തിൽ കോടികളുടെ ഇടപാടുകൾ, കോടികളുടെ കൈമാറ്റം ഈ ചെക്ക് പോസ്റ്റുകൾ കടന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക്, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന്, ബാംഗ്ലൂരിൽ നിന്നടക്കം കേരളത്തിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് പോലീസിനും എക്സൈസിനും ഒക്കെയുള്ള രഹസ്യ വിവരം. ഈ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന പോലീസും എക്സൈസും ഒക്കെ കർശനമാക്കിയിരിക്കുന്നത്. 3 കോടിയുമായിട്ട് ചെക്ക് പോസ്റ്റ് കടന്ന് മാനന്തവാടിയിൽ എത്താൻ ശ്രമിച്ചത് 5 യുവാക്കളാണ്. വടകരയിൽ നിന്നുള്ളവരും വയനാട്ടിൽ നിന്നും ഉൾപ്പെടുന്ന സംഘമായിരുന്നു ഇതിന് പിന്നിൽ. ബാംഗ്ലൂരിൽ നിന്ന് പ്ലാസ്റ്റിക് ചാക്കിലേക്ക് പണം മാറ്റി അത് പ്രത്യേക കാറിന്റെ രഹസ്യ അറകളിലൊക്കെ സൂക്ഷിച്ചാണ് ഈ വിധം കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ചത്. പിടികൂടിയവരൊക്കെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വരും ദിവസങ്ങളിലും മുത്തങ്ങയടക്കമുള്ള ചെക്ക് പോസ്റ്റുകളിൽ വാഹന പരിശോധന ശക്തമാക്കാനാണ് പോലീസിന്റെ നീക്കം. തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ പരിശോധന നടത്തുന്നത്. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, വയനാട്.